തമ്മിൽ ഒരതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും. 2000 കിലോമീറ്ററിലധികം വ്യോമദൂരമുള്ള രണ്ടിടങ്ങൾ. സത്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രകോപനത്തിനും സാധ്യതയില്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു യുദ്ധഭീതിയിലേക്ക് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ എത്തിയത്? എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം? എല്ലാറ്റിനെയും തുടക്കം ഒരു വ്യോമ ആക്രമണത്തിലൂടെയായിരുന്നു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ ഒരു വ്യോമാക്രമണം നടക്കുന്നു. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യമാണ് അവിടെ ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ആരോപിക്കുന്നു. മിന്നലാക്രമണമാണ് IRGCയുടെ ഖുദ്സ് കമാൻഡർ മുഹമ്മദ് റൈസ സഹായിദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹാജി റഹീമിയും അടക്കം 16 പേർ കൊല്ലപ്പെട്ടു. ചെയ്ത കുറ്റത്തിന് ഇസ്രയേലിന് ശിക്ഷ പ്രതീക്ഷിക്കാം എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ പ്രതികരണം തൊട്ടു പിന്നാലെ വന്നു. ഏപ്രിൽ 10-ാം തീയതി ഇതേ ഭീഷണി ഖൊമേനി ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് ഞങ്ങളുടെ ശീലമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു. ആ ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും തുടരുകയാണ്. പിന്നെ തുടർച്ചയായ ഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടായി. ഇറാനും ഇസ്രയേലിനും ഇടയിൽ യുദ്ധം ആസന്നമാണ് എന്ന പ്രതീതി ഇപ്പോഴുമുണ്ട്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ ഒരു യുദ്ധത്തെ ഫേസ് ടു ഫേസ് കണ്ടു നിൽക്കുകയാണ്. യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരും എന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിന് നേർക്കുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും അവസാനിക്കുക തുറന്ന പോരിലേക്കാവും. അങ്ങനെ ഒന്നുണ്ടായാൽ ഇറാന്റെ അയൽരാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള ലോകശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവേഷ്യ കുറെ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അത്തരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോകുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം ലോകവേദിയിൽ യുദ്ധത്തിന്റെ ആശങ്കകൾ വിതയ്ക്കുന്നത് ഹമാസിന്റെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് ശേഷമാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാന് പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണം താങ്ങാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ നൂറുകണക്കിന് ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് അവിടെ ഇറാൻ നടത്തി മറുപടി നൽകിയത്. എന്ന് മാത്രമല്ല, ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെയോ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായാൽ ഇനിയും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഇറാനും ഇസ്രയേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് കാലമൊന്നുമായിട്ടില്ല. 1979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇവർ രണ്ടു കൂട്ടരും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു. 1948 ഇസ്രയേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്ത് നൽകുന്നതാണ് എന്നും ഇറാൻ മനസ്സിലാക്കിയിരുന്നു. കർഷകരായ ഇറാനിയൻ പൗരന്മാർ അവർക്ക് സൈനിക പരിശീലനം നൽകുന്നത് ഇസ്രയേലാണ്. ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്കും വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രയേലിന്റെ പിന്തുണയുണ്ട്. ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണ നൽകുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഇസ്രയേലിന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ജൂത സമൂഹം ജീവിക്കുന്നതും ഇറാനിലാണ്. 79 ഇസ്ലാമിക വിപ്ലവം വരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോഴും 20,000-ത്തിലധികം ജൂതർ ഇറാനിലുണ്ട്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആയത്തുള്ള റുഹുള്ള ഖൊമേനി അധികാരത്തിൽ വരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെച്ചു. പിന്നീട് പലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. അറബ് രാജ്യങ്ങളുടെയും അവരുടെ പൗരന്മാരുടെയും പ്രീതി പിടിച്ചുപറ്റാനും അവരുടെ ഈ നിലപാട് ഉപകരിച്ചു. 1982 സൗത്ത് ലെബനനിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അതിലിടപെടാൻ പട്ടാളത്തെ അയക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു. എന്നാൽ അപ്പോൾ തന്നെ ഖൊമേനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സായുധ സംഘമാണ് ഹിസ്ബുള്ള മിലീഷ്യ. അതിപ്പോഴും ലെബനനിലെ ഇറാന്റെ സൈനിക സാന്നിധ്യം തന്നെയാണ്. ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടവും ശക്തമായ ഇസ്രയേൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല പറയേണ്ടത്, ഇറാനിയൻ ഭരണകൂടം ജൂത കൂട്ടക്കൊല ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാലത്ത് കൈകോർത്ത് നടന്നിരുന്ന രണ്ടുപേർ ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത ഒരു അവസ്ഥയിലാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇറാന്റെയും ഇസ്രയേലിന്റെയും കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.